ശബരിമല സ്വർണ്ണമോഷണ കേസിൽ പ്രതി ഗോവർദ്ധനിൽ നിന്ന് പിടിച്ചെടുത്ത സ്വർണത്തിന്റെ ശാസ്ത്രീയ പരിശോധനാ ഫലം ഇന്ന് വരും. പരിശോധനാ ഫലം അനുകൂലമായാൽ സ്വർണം വീണ്ടെടുക്കൽ തുടങ്ങിയ അന്വേഷണ നടപടികളിലേക്ക് SIT നീങ്ങും. കമലേഷ് ചേരുകയാണ്. കമലേഷ്, എന്തൊക്കെയാണ് വിശദാംശം? ഷമി, ഇന്നിപ്പോൾ വളരെ നിർണായകമായ ഈ പരിശോധനാ ഫലങ്ങൾ, അതായത് ഈ ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധനിൽ നിന്ന് കണ്ടെത്തിയ സ്വർണം, അതിന്റെ ഫോറൻസിക് പരിശോധനാ ഫലമാണ് ഇന്ന് വരുന്നത്. ഇത് ശബരിമലയിൽ നിന്ന് സ്വർണം തന്നെയാണ് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അത് അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് ഈ മുന്നോട്ടുള്ള പോക്കിൽ വളരെ നിർണായകമാകും. ഒപ്പം തന്നെ ഇവിടെ നിന്ന് നഷ്ടപ്പെട്ടിട്ടുള്ള കൂടുതൽ സ്വർണം കണ്ടെത്തുന്നതിലേക്ക് ഉൾപ്പെടെയുള്ള പരിശോധനകളും മറ്റു കാര്യങ്ങളുമെല്ലാം നിലവിൽ ഇപ്പോൾ ഊർജിതമായി പ്രത്യേക അന്വേഷണ സംഘം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അതിലും വലിയ ഒരു ഗുണകരമായി ഈ റിപ്പോർട്ട് മാറും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ വളരെ കൃത്യമായ നിലയിൽ, വളരെ നല്ല നിലയിൽ തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഒരു തരത്തിലുമുള്ള പ്രയാസങ്ങളില്ലാതെ നല്ല നിലയിൽ തന്നെ പ്രത്യേക SITയുടെ അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് പറയുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം നിലവിലെ ഒരു സാഹചര്യം എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായി ഈ പ്രതികൾ ആരൊക്കെയാണ്, അതായത് ആരൊക്കെയാണ് ഇതിനകത്ത് ഗൂഢാലോചന കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത സംഘത്തിന് വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഉണ്ണികൃഷ്ണൻ പോറ്റി, അതുപോലെ തന്നെ ഗോവർദ്ധൻ, അതുപോലെ പങ്കജ് ഭണ്ഡാരി, ഈ 3 പേരും തന്നെയാണ് ഇതിൽ ഗൂഢാലോചന നടത്തിയിട്ടുള്ളത്. അത് ഈ ശബരിമലയിലെ മറ്റ് ഇപ്പോൾ നഷ്ടപ്പെട്ടിട്ടുള്ള സ്വർണം എന്നതിനപ്പുറത്തേക്ക് കൂടുതൽ സ്വർണം അവിടെ നിന്നും മോഷ്ടിക്കുന്നതിലേക്കുള്ള ഒരു ഇടപെടൽ കൂടി, അല്ലെങ്കിൽ ഒരു ഗൂഢാലോചന കൂടി ഈ പ്രതികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത പ്രത്യേക അന്വേഷണ സംഘത്തിന് വന്നിട്ടുണ്ട്. അതിനനുസൃതമായിട്ടുള്ള മറ്റ് നടപടികളിലേക്ക് കൂടിയാണ് പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ കടക്കുന്നത്. അക്കാര്യങ്ങളിലേക്ക് കൂടി വെളിച്ചം വീശുന്ന നിലയിലേക്ക് മറ്റ് കൂടുതൽ കൃത്യമായ കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്ന നിലയിലേക്ക് ഉൾപ്പെടെ ഇത് വളരെ ഗുണകരമായി ഭവിക്കും. ഇതിന്റെ റിപ്പോർട്ട്, അതായത് ഈ ശാസ്ത്രീയ പരിശോധനാ ഫലം ആ നിലയിൽ ഗുണകരമായി വരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഈ വിഷയത്തിൽ നിലവിൽ ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്നത് കോൺഗ്രസ് ആണ്. അതായത് ആദ്യഘട്ടത്തിൽ SITയുടെ പ്രവർത്തനങ്ങളെ ഏറെ ശ്ലാഘിച്ച കോൺഗ്രസ് നേതാക്കളെല്ലാം തന്നെ നിലവിൽ ഇപ്പോൾ SITയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഉള്ള പരിപാടികളിലേക്ക് ഉൾപ്പെടെ, അല്ലെങ്കിൽ അത്തരം നടപടികളിലേക്കും നിലപാടുകളിലേക്കും ഉൾപ്പെടെ പോകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് എന്നുള്ളതാണ്. ഏതായാലും നിലവിലെ അന്വേഷണത്തിന്റെ പുരോഗതി എന്ന് പറയുന്നത് കോൺഗ്രസിനെ ആശങ്കപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് പരിശോധനാ ഫലം ഇന്ന് വരും. അത് വളരെ നിർണായകമായിരിക്കും കേസ് അന്വേഷണത്തിൽ.